പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളത്തിൻ്റെ ഭാഷാശാസ്ത്രം പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഭാഷാ പരിണാമം എന്താണെന്ന് നോക്കാം. പരിണാമം എന്നാൽ മാറ്റം എന്നാണ് അർത്ഥം. പരിണാമം എന്നത് അനിവാര്യതയാണ്. എല്ലാ പരിണാമവും ഒരേ തരത്തിൽ ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ പരിണാമങ്ങളെയും പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും ഭാഷയിൽ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രദേശത്തെ ഭാഷയും ഓരോ കാലയളവിൽ മാറിക്കൊണ്ടിരിക്കും. പുതിയ സ്വഭാവം പ്രദർശിപ്പിക്കുക, പഴയ വ്യവസ്ഥ അപ്പാടെ അപ്രത്യക്ഷമാവുക, രൂപത്തിലും അർത്ഥത്തിലും പുതിയ വ്യവസ്ഥകൾ രൂപപ്പെടുക, ഇതൊക്കെയാണ് ഭാഷാ പരിണാമം സംഭവിക്കുന്നത്. ഭാഷയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നിയമാനുസൃതമല്ല. ഭാഷാ പരിണാമത്തിന് 6 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് പ്രയത്ന ലാഘവം, 2 സമീപ സ്തനങ്ങളുടെ സ്വാധീനം, 3 സവർണനം, 4 ആദാനം, 5 സദൃശ വിഭ്രമം, 6 ഘടനാ സമ്മർദ്ദം. പ്രയത്നലാഘവം എന്താണെന്ന് നോക്കാം. ഉച്ചാരണത്തിലെ അനായാസത അടിസ്ഥാനമാക്കിയ മാറ്റമാണ് പ്രയത്ന ലാഘവം. അനൗപചാരിക സംഭാഷണങ്ങളിൽ സൂക്ഷ്മത പലപ്പോഴും കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രയത്നലാഘവം മൂലം ചിലപ്പോൾ ഉച്ചാരണ സ്ഥാനം മാറിപ്പോകും. തന്മൂലം സ്പഷ്ടത കുറയും. ഇത്തരം മാറ്റങ്ങൾ വ്യവഹാര ഭാഷയിലോ എഴുത്തുഭാഷയിലോ സ്ഥിരപ്രതിഷ്ഠ നേടുമ്പോൾ അത് ഭാഷയുടെ പരിണാമമായി മാറും. ഉദാഹരണമായി, പ്രാചീന ദ്രാവിഡത്തിൽ പദമധ്യത്തിൽ വരുന്ന ചകാരം മലയാളത്തിൽ യകാരമായി മാറിയിട്ടുണ്ട്. ഉദാഹരണം, ഉജിർ എന്നത് ഉയിർ എന്നായി മാറുന്നത്. സമീപ സ്വനങ്ങളുടെ സ്വാധീനം. വേഗത്തിൽ സംസാരിക്കുന്ന അവസരത്തിൽ തൊട്ടടുത്തുള്ള സ്വനങ്ങൾ പരസ്പരം സ്വാധീനം ചെലുത്താറുണ്ട്. മലയാളം, തമിഴ് ഭാഷകളിലെ വാമൊഴിയിൽ ഇത്തരം പരിണാമങ്ങൾ ധാരാളമായി കാണാം. വേഗത്തിൽ സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത സ്വനങ്ങൾ പരസ്പരം സ്വാധീനം ചെലുത്തുന്നത്. ഉദാഹരണത്തിന്, ഇല എന്നത് എല എന്നാകുന്നത്, പുക പുകയാകുന്നത്, കിളവൻ കിളവനാകുന്നത്, ഉണർന്നു ഉണർന്നു എന്നാകുന്നത്. ഉച്ചാരണ വേഗത്തിൽ സ്വനങ്ങൾ മാറുന്ന രീതിയാണ് സമീപ സ്വനങ്ങളുടെ സ്വാധീനം. ഇകാരം ഏകാരമാകുന്നതും ഉകാരം ഒകാരമാകുന്നതും അടുത്ത സ്വരമായ അകാരത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. സവർണനം. വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ സ്വനങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റമാണ് സവർണനം. വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ സ്വനങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റം. സന്ധിയിൽ അടുത്തടുത്തു വരുന്ന വിജാതീയ വർണ്ണങ്ങൾ സമാന വർണ്ണങ്ങളായി മാറുന്നതാണ് സവർണനം. സന്ധിയിൽ അടുത്തടുത്തു വരുന്ന വിജാതീയ വർണ്ണങ്ങൾ സമാന വർണ്ണങ്ങളായി മാറുന്നു. മലയാളത്തിൽ കാണാറുള്ള താലഭ്യാദേശം, അനുനാസികാദി പ്രസരം എന്നിവ സവർണനത്തിന് ഉദാഹരണങ്ങളാണ്. കേൾ അധികം തു കേട്ടു എന്നാകുന്നത്, മരം അധികം കൾ മരങ്ങൾ എന്നാകുന്നത് ഉദാഹരണം. 4ാമത്തെ കാരണമാണ് ആദാനം. സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാഷകൾ തമ്മിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്താറുണ്ട്. ഭാഷാ സങ്കലനം കൂടുതലും നടക്കുന്നത് പദങ്ങളുടെ തലത്തിലാണ്. പദമായാലും സ്വനിമമായാലും മറ്റേത് ഭാഷാ ഘടകമായാലും മറ്റൊരു ഭാഷയിൽ നിന്ന് സ്വീകരിക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ആദാനം. പദമായാലും സ്വനിമമായാലും മറ്റേത് ഭാഷാ ഘടകമായാലും മറ്റൊരു ഭാഷയിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആദാനം എന്നത്. അന്യഭാഷയിൽ നിന്ന് സ്വീകരിക്കുന്ന പദങ്ങളെ പരകീയ പദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അന്യഭാഷയിൽ നിന്ന് സ്വീകരിക്കുന്ന പദങ്ങളാണ് പരകീയ പദങ്ങൾ. സംസ്കൃതം, ഹിന്ദി, പോർച്ചുഗീസ്, അറബി, മറാഠി, പേർഷ്യൻ, സുറിയൻ, ലാത്തീൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ നിന്ന് മലയാള പദങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഉദാഹരണം, ചികിത്സ എന്നത് സംസ്കൃത പദമാണ്. പഞ്ചായത്ത് ഹിന്ദി പദമാണ്.
കത്തി മറാഠിയാണ്. സർക്കാർ പേർഷ്യൻ പദമാണ്. ഈശോ ഹീബ്രു. ജില്ല അറബി പദം. പറുദീസ സുറിയാനി. സിനിമ ഗ്രീക്ക്. പേന പോർച്ചുഗീസ്. കാർ ഇംഗ്ലീഷ്. അന്യഭാഷാ പദങ്ങളെ ഒരു ഭാഷ സ്വീകരിക്കുന്നത് പല വിധത്തിലാണ്. ഒരു പദം അതേപടി തന്നെ സ്വീകരിക്കുന്നതിനെയാണ് തത്സമം എന്ന് പറയുന്നത്. സിംഹം, അഗ്നി ഉദാഹരണമാണ്. സംസ്കൃത പദങ്ങൾ അതേപടി സ്വീകരിച്ചിരിക്കുന്നു. ഗവർണർ, കലക്ടർ ഇവ ഇംഗ്ലീഷ് പദങ്ങളാണ്, അതേപടി സ്വീകരിച്ചിരിക്കുന്നു. പ്രകടമായ രൂപഭേദം വരുത്തിയ പരകീയ പദങ്ങളെയാണ് തൽഭവങ്ങൾ എന്ന് പറയുന്നത്. മാറ്റങ്ങൾ വരുത്തി പദങ്ങൾ സ്വീകരിക്കുന്നതാണ് തൽഭവങ്ങൾ. ഉദാഹരണത്തിന് ആല എന്നത് ശാല എന്നാകുന്നത്, ആപ്പീസ് എന്നത് ഓഫീസ് എന്നാകുന്നത്, കോടതി എന്നത് കോർട്ട് എന്നാകുന്നത്. പദദാനം 3 വിധത്തിലാണ് സംഭവിക്കുന്നത്. ആഗതാർത്ഥ പരിവൃത്തി, ആഗത പരിഭാഷ, ആഗത മിശ്രം. ഇവ എന്താണെന്ന് നോക്കാം. ആഗതാർത്ഥ പരിവൃത്തി മറ്റു ഭാഷകളിലെ പദത്തിന്റെ ആശയം കടമെടുക്കുന്ന പ്രക്രിയയാണ് ഇത്. മറ്റു ഭാഷകളിലെ പദത്തിന്റെ ആശയം കടമെടുക്കുന്നത്. ഉദാഹരണം, ടെലസ്കോപ്പ് ദൂരദർശിനിയാകുന്നത്, റേഡിയോ ആകാശവാണിയാകുന്നത്. ആഗത പരിഭാഷ മറ്റു ഭാഷാപദങ്ങളെ വിവർത്തനം ചെയ്ത് പുതിയ ഭാഷാപദം ഉണ്ടാക്കുന്നത്. ശീതസമരം, കോൾഡ് വാർ, കരിഞ്ചന്ത, ബ്ലാക്ക് മാർക്കറ്റ്. ആഗത മിശ്രം ഒരു സമസ്ത പദത്തിന്റെ ഒരു ഭാഗം പരകീയവും മറ്റേ ഭാഗം സ്വകീയവുമായുള്ള മിശ്രപദങ്ങളുണ്ട്. ഇവയെയാണ് ആഗത മിശ്രം എന്ന് പറയുന്നത്. തുണിമില്ല്, റെയിൽ അപകടം, റോഡ് അപകടം, സിനിമാ കൊട്ടക എന്നിവയെല്ലാം ഉദാഹരണം. 5-ാമത്തേത് സദൃശ സൃഷ്ടിയാണ്. സദൃശ കൽപ്പനയിലൂടെ ഉണ്ടാകുന്ന പദങ്ങൾ. രൂപിമം, പദം എന്നീ തലങ്ങളിൽ മറ്റു രൂപങ്ങളുമായുള്ള സദൃശ്യം കാരണം നിലവിലുള്ള രൂപങ്ങൾക്ക് സമാനമായി പുതിയ രൂപങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് സദൃശ സൃഷ്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. രൂപിമം, പദം എന്നീ തലങ്ങളിൽ മറ്റു രൂപങ്ങളുമായുള്ള സദൃശ്യം കാരണം നിലവിലുള്ള രൂപങ്ങൾക്ക് സമാനമായി പുതിയ രൂപങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, ഒരു എന്ന സംഖ്യാവിശേഷണത്തിനോട് ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് ഒരുവൻ, ഒരുവൾ എന്നീ പദങ്ങളും അതുകൂടാതെ ഇത്തി എന്ന സ്ത്രീലിംഗ പ്രത്യയം ചേർന്ന് ഒരുത്തി എന്ന രൂപവും ഉണ്ടാകുന്നത്. ഇതിന് സമാനമായ ഒരു പുല്ലിംഗ പദം ഇല്ല. എന്നാലും ഒരുത്തൻ എന്നൊരു രൂപം ഭാഷയിലുണ്ട്. ഇത് സാദൃശ്യ കൽപ്പനയിലൂടെ ഉണ്ടായതാണ്. 6-ാമത്തേത് ഘടനാ സമ്മർദ്ദമാണ്. ഒരു ഭാഷയിലെ ഘടനയ്ക്ക് സമ്മർദ്ദം മൂലം രൂപമാറ്റം ഉണ്ടാകുന്നതാണ് ഇത്. ഉദാഹരണമായി, പദാദിയിലെ രാ, ല എന്നിവയിലുള്ള രൂപങ്ങൾ പഴന്തമിഴിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പഴയ പരകീയ പദങ്ങളിൽ ആദ്യ സ്വരം ചേർന്നിരിക്കുന്നു. രാമൻ എന്നത് ഇരാമൻ എന്നാണ് കാണുന്നത്. രാജൻ അരജനാണ്. ലോകം ഉലകം എന്നിങ്ങനെ. സംഖ്യാവാചികളായ ഇരണ്ട് എന്നത് ഭാഷയിൽ രണ്ടായി മാറിയിട്ടുണ്ട്. സംഖ്യാവാചിയായിരുന്ന ഇരണ്ട് ഇന്ന് രണ്ടായി മാറിയിട്ടുണ്ട്. പക്ഷേ 20, ഇരട്ട, ഇരട്ടി എന്നിവയെല്ലാം ആ പഴയ ഘടനയിൽ തന്നെ ഇന്നും ഭാഷയിൽ നിലനിൽക്കുന്നു. ഭാഷാ പരിണാമം വിവിധ തലങ്ങളിൽ. അർത്ഥപരിണാമം, സന്ധി പരിണാമം, വ്യാകരണ പരിണാമം എന്നിങ്ങനെ പരിണാമങ്ങളെ പല തരത്തിൽ വർഗീകരിക്കാവുന്നതാണ്. സ്വന, സ്വനിമ, രൂപിമ, പദ, വാക്യ തലങ്ങളിൽ പരിണാമങ്ങൾ സംഭവിക്കാറുണ്ട്. സ്വന പരിണാമം, സൗണ്ട് ചേഞ്ച്. സ്വന പരിണാമം എന്നത് ധ്വനി പരിണാമം തന്നെയാണ്. പ്രയത്ന ലാഘവത്തിനുള്ള വാസനയാണ് സ്വന പരിണാമത്തിന് കാരണം. ശബ്ദങ്ങളുടെ ചുറ്റുപാട്, കാലം, ദേശം എന്നിവ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്. ശബ്ദങ്ങളുടെ ചുറ്റുപാട്, കാലം, ദേശം എന്നിവ. വളരെയധികം സ്വനങ്ങൾ അതിവേഗത്തിൽ ഉച്ചരിക്കേണ്ടി വരുന്നതാണ് സ്വന പരിവർത്തനത്തിന് കാരണം. വളരെയധികം സ്വനങ്ങൾ അതിവേഗത്തിൽ
ഉച്ചരിക്കേണ്ടി വരുമ്പോഴാണ് സ്വനപരിവർത്തനം ഉണ്ടാകുന്നത്. അവൻ എന്നത് ഓൻ ആകുന്നത്, ഇവിടെ എന്നത് വടെ എന്നാവുന്നത്. എന്നാൽ സംഭാഷണത്തിലെ സ്വനലോപങ്ങൾ ഭാഷാ പരിണാമത്തിന് ഉതകാറില്ല. ഓരോ ഭാഷയ്ക്കും ഓരോ ഗോത്രത്തിനും പ്രത്യേക സ്വന നിയമങ്ങളുണ്ട്. അനുനാസികാദി പ്രസരം, താലവ്യാദേശം എന്നീ നിയമങ്ങൾ മലയാളത്തിൽ ഉള്ളതുപോലെ ഒരു ഭാഷയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഒരു പ്രത്യേക ശബ്ദത്തിന് സാധാരണയായി സംഭവിക്കുന്ന പ്രത്യേക വികാരത്തെ ആ ഭാഷയുടെ സ്വന നിയമമായി കണക്കാക്കാവുന്നതാണ്. ഒരു ഭാഷയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഒരു പ്രത്യേക ശബ്ദത്തിന് സാധാരണയായി സംഭവിക്കാറുള്ള പ്രത്യേക വികാരത്തെ ആ ഭാഷയുടെ സ്വന നിയമമായി നമുക്ക് കണക്കാക്കാം. പ്രയത്ന ലാഘവത്തിനായാണ് ഇവിടെ മാറ്റങ്ങൾ നടക്കുന്നത്. ഭാഷാ സ്വനങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്വര സംവരണം. ഭാഷാ സ്വനങ്ങൾക്ക് വരുന്ന മാറ്റത്തിന് ഉദാഹരണം. സ്വനങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സ്വന നിയമങ്ങൾ. ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ പോലെ സ്വന പരിവർത്തന നിയമങ്ങൾ കാലാതിവർത്തിയല്ല. ഭാഷയിൽ ഒരു കാലത്തുള്ള സ്വന നിയമങ്ങൾ ഭാവിയിലുണ്ടാകുന്ന സ്വന പരിവർത്തനത്തിന് ബാധകമായിരിക്കണമെന്നില്ല. ദ്രാവിഡ ലിപികൾ മാത്രം ഉപയോഗിച്ചിരുന്ന പഴയ കാലത്ത് മലയാളത്തിൽ സംസ്കൃത ഭാഷയിൽ നിന്ന് കടമെടുത്ത ശബ്ദങ്ങൾക്ക് വളരെയധികം സ്വനവ്യത്യാസം വന്നിരുന്നു. ഉദാഹരണം, ലോകം എന്നത് ഉലകം ആകുന്നത്. ഒന്നുകൂടി പറയാം, ദ്രാവിഡ ലിപികൾ മാത്രം ഉപയോഗിച്ചിരുന്ന പഴയ കാലത്ത് മലയാളത്തിൽ സംസ്കൃത ഭാഷയിൽ നിന്ന് കടമെടുത്ത ശബ്ദങ്ങൾക്ക് വളരെയധികം സ്വനവ്യത്യാസം ഉണ്ടായിരുന്നു. അടുത്തത് സ്വന പരിണാമം. സ്വനിമ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സ്വനിമ പരിണാമം എന്നത്. മലയാളത്തെ സംബന്ധിച്ച് സംസ്കൃതവുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായുണ്ടായ പരിണാമങ്ങൾ ഇതിന് ഉദാഹരണമാണ്. 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളും ഉണ്ടായിരുന്ന സ്വനിമ വ്യവസ്ഥയിലേക്ക് അതി, ഖര, മൃദുഘോഷങ്ങൾ, ഊഷ്മാക്കൾ, ഹകാരം എന്നിവയൊക്കെ ഭാഷയിൽ കുടിയേറിയത് സ്വനപരിണാമത്തിന്റെ ഫലമായിട്ടായിരുന്നു. രൂപപരിണാമം. പദങ്ങളുടെ ബാഹ്യരൂപത്തിൽ വരുന്ന മാറ്റങ്ങളാണ് രൂപപരിണാമം. പ്രാചീന മലയാളത്തിലെ മലൈ, തലൈ എന്നീ പദങ്ങൾ ഇന്ന് മല, തല എന്നിങ്ങനെ പരിണമിച്ചിരിക്കുന്നത് രൂപപരിണാമത്തിന് ഉദാഹരണമാണ്. പദപരിണാമം. പുതിയ ഭാഷാ പദ സ്വീകരണമാണിവ. തത്സമമായിട്ടും തൽഭവുമായിട്ടാണ് പദങ്ങളെ സ്വീകരിക്കുന്നത്. ഭാഷയിൽ പുതിയ പദങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മറ്റു ഭാഷകളുമായുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. ഇവ സാംസ്കാരികവും ചരിത്രപരവുമായ സാഹചര്യങ്ങളാലാണ് സംഭവിക്കുന്നത്. അടുത്തത് അർത്ഥപരിണാമം. പദങ്ങളുടെ അർത്ഥത്തിലുണ്ടാകുന്ന മാറ്റമാണ് അർത്ഥപരിണാമം. ഒരു പദത്തിൻ്റെ അർത്ഥം എന്നത് ആ പദം കേൾക്കുമ്പോൾ മനസ്സിൽ രൂപപ്പെടുന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് 2 രീതിയിൽ സംഭവിക്കാം. ചുരുങ്ങിയ അർത്ഥത്തിൽ നിന്ന് വിപുലമായ അർത്ഥത്തിലേക്ക് പോകുന്നതാണ് അർത്ഥവികാസം എന്നത്. ഇനി വിപുലമായ അർത്ഥത്തിൽ നിന്ന് സങ്കുചിതമായ അർത്ഥത്തിലേക്ക് പോകുന്നതാണ് അർത്ഥസങ്കോചം. അർത്ഥോത്കർഷം, അർത്ഥാപകർഷം എന്നിങ്ങനെയും അർത്ഥപരിണാമം നടക്കാറുണ്ട്. സന്ധി പരിണാമം. ഭാഷയിലെ സന്ധി നിയമങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് സന്ധി പരിണാമം എന്നത്. അനുനാസികാദി പ്രസരം, താലവ്യാദേശം എന്നിവ ഇതിന് ഉദാഹരണമായി കണക്കാക്കാവുന്നതാണ്. പ്രകൃതിയുടെ അവസാനം വരുന്ന വർണ്ണം അനുനാസികവും പ്രത്യയാദിയിലുള്ള സവർണകരവും ചേർന്ന് വരുമ്പോൾ അനുനാസികം ഖരത്തെ കൂടി അനനുനാസികമാക്കുന്നു. മരം, അദ്യംകൾ, മരങ്ങൾ എന്നായി മാറുന്നു. അതുപോലെ സ്വരത്തിനു ശേഷം ദന്ത്യ സ്വരം വന്നാൽ അത് താലവ്യമായി മാറുന്നു. ഇതും സന്ധി പരിണാമങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. വ്യാകരണ പരിണാമം. ഭാഷയിലെ പ്രത്യേക പ്രയോഗങ്ങളിൽ വന്ന മാറ്റമാണ് വ്യാകരണ പരിണാമം. മലയാളം
സ്വതന്ത്ര ഭാഷയായി രൂപപ്പെടുന്ന സമയത്ത് പഴന്തമിഴിലെ വ്യാകരണ രൂപങ്ങളിൽ നിന്ന് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രാചീന മലയാളത്തിൽ അവൻ വന്താൻ, അവൾ വന്താൾ എന്നിങ്ങനെ ക്രിയാപദങ്ങളോട് ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. അവൻ വന്താൻ, അവൾ വന്താൾ, ഇവിടെയെല്ലാം ക്രിയാപദങ്ങളോട് ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് ഉച്ചരിക്കുന്നു. എന്നാൽ ആധുനിക മലയാളത്തിൽ അവൻ വന്നു, അവൾ വന്നു എന്നിങ്ങനെ മാത്രമാണ് പ്രയോഗിക്കുന്നത്. ഇത് വ്യാകരണത്തിൽ വന്ന പരിണാമമാണ്. ഇപ്പൊ ഭാഷയിലെ പ്രത്യേക പ്രയോഗങ്ങളിൽ വന്ന മാറ്റമാണ് വ്യാകരണ പരിണാമം എന്നത്. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.